Prince of Peace, സമാധാനത്തിന്റെ പ്രഭു. Presenting the Prince of Peace with an uncompromising quality. We welcome you all for this program. അഭിപ്രായ പ്രകടനങ്ങൾക്ക് പകരം ആധികാരിക പ്രഖ്യാപനങ്ങളിലൂടെ ആരെയും ആകർഷിച്ച സമാധാന പ്രഭുവിൻ്റെ സത്യവചനങ്ങൾ താങ്കൾക്ക് അനുഗ്രഹമാകട്ടെ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ഏറ്റെടുത്ത് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത സമാധാന പ്രഭുവിൽ ഉത്തരം ഉണ്ടെന്നുള്ള സത്യം ഇതാ മറനീങ്ങുന്നു. സാറേ, ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. സന്തോഷം. ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചോദ്യോത്തര പരിപാടിയിൽ നരകത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങളെ ഞാൻ ചോദിച്ചുള്ളത് പ്രാരംഭമായ ചില ചോദ്യങ്ങളാണ്. അവിടെ സാർ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കണം, അത് വളരെ ആവശ്യമാണ്. കർത്താവ് യേശുക്രിസ്തു അത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് ചില തെളിവുകൾ എനിക്ക് ബൈബിളിൽ നിന്നും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ, അതൊന്ന് കേൾക്കണമെന്ന് താല്പര്യമുണ്ട്. ഞാൻ ഓർപ്പിച്ചു, 260 അധ്യായമുള്ള പുതിയ നിയമത്തിൽ 234 പ്രാവശ്യം നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു മുന്നറിയിപ്പാണ്, അതൊഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള മുന്നറിയിപ്പ്. ഞാൻ ഓർപ്പിച്ചു, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിമധ്യത്തിൽ 260 മൈൽ ദൂരത്ത് യാത്ര ചെയ്യുമ്പോൾ 234 പ്രാവശ്യം വാണിംഗ് ബോർഡ് നമുക്ക് കാണാൻ സാധിച്ചാൽ വലിയ അപകടത്തിന് മുന്നറിയിപ്പാണ്. അത്രയും ബോർഡ് വെച്ചിരിക്കുന്നത്. അത് ഒരു ഗവൺമെന്റ് അങ്ങനെ ബോർഡ് വെക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നാം അബദ്ധത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, വാസതി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഗവൺമെന്റ് വേണം ഇഗ്നോർ ചെയ്യാൻ, പോയി ചത്തോട്ടെ എന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ഈ ഇങ്ങനെയുള്ളൊരു മുന്നറിയിപ്പിന്റെ ഒരു ബോർഡ് കാണുമ്പം എന്റെ ഗവൺമെന്റ് എന്നെ ഭീഷണിപ്പെടുത്താന്ന് പറഞ്ഞാൽ ഞാനൊരു മണ്ടത്തരം പറയുന്നേ ഉള്ളൂ അല്ലേ? ഞാനത് മണ്ടത്തരം പറയുക. വാസ്തവത്തില് ഞാനതിനെ അവഗണിച്ചു കടന്നു പോകാം. വാസ്തവത്തിൽ ന്യായവിധി വരുന്നത് അങ്ങനെ തന്നെയാണ്, അവഗണിച്ച് കടന്നു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നരകത്തെക്കുറിച്ചുള്ള വിഷയം വരുമ്പോഴും ആൾക്കാർ നരകത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പം അതൊരു ഭീഷണിയാണെന്ന് പൊതുവേ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഒരുപക്ഷെ ശ്രോതാക്കളായിരിക്കുന്നവർ പോലും അങ്ങനെ ചിന്തിക്കുന്നവർ കാണുമായിരിക്കാം. എന്നാൽ അത് ഭീഷണിയല്ല. ഗവൺമെന്റ് നമുക്കൊരു മുന്നറിയിപ്പ് തരുമ്പോൾ ആ മുന്നറിയിപ്പിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനും രക്ഷപ്പെടുന്നതിനും വേണ്ടിയുള്ള ഒരു നല്ല സ്നേഹ സന്ദേശമായിട്ട് കണ്ടാൽ മതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മുന്നറിയിപ്പുകൾ ഉള്ളത് ഒന്ന് കേൾക്കാം. ആ മുന്നറിയിപ്പിന്റെ പുറകില് സ്നേഹമാണ്. ദൈവം തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ മുന്നറിയിക്കണം എന്നുള്ളത്. ഞാൻ എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുന്നു. സാറേ, ബൈബിള് ഞാനിവിടെ ഒന്ന് എടുത്താട്ടെ. എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഞാൻ വായിച്ചോട്ടെ. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഓഹോ, ശരി. ഇത് വളരെ വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ്. ദുഷ്ടനോട് പറയണമെന്ന് ആവശ്യപ്പെടുകയാണ്. അവൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവനോട് പറയണം, അറിയിച്ചിരിക്കണം. അതിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച് യഹോവ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുക. അവർ കേട്ടാലും, നോക്കുക പദം 11-ാം വാക്യത്തിൽ മധ്യം, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് പറയുക. നീ ദുഷ്ടനോട് പറയാതിരുന്നാൽ അവൻ മരിക്കും, പക്ഷെ അവന്റെ രക്തം നിന്നോട് ഞാൻ ചോദിക്കും. നിനക്ക് പറയാനൊരു കടമയുണ്ട്. വാസ്തവത്തിൽ ഈ പ്രയത്നങ്ങളിലൂടെ നമ്മൾ ആ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക, ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടതനുസരിച്ച്. ഞാൻ വേറൊരു വാക്യം അതോട് ചേർത്ത് വായിക്കാം. എസെക്കിയേൽ പ്രവചനം തന്നെ 33-ാം അധ്യായം നമ്മൾ എടുത്താലേ, 33-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കിയാട്ടെ. കാവൽക്കാരനെ കുറിച്ച് പറയാം. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളമൂതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തൻ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവർ തന്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടു പോയെങ്കിലും അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അതിന് 8-9 വാക്യം കൂടെ വായിക്കാം. 8-9 വാക്യം. 8-9 വാക്യത്തില്, ഞാൻ ദുഷ്ടനോട് ദുഷ്ടാ നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിയുവാൻ കരുതിക്കൊള്ളാതെ വണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തന്റെ വഴി വിട്ടുതിരിയാതിരുന്നാൽ അവൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും, നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ഓഹോ, ദുഷ്ടനെ അത് ഓർമ്മപ്പെടുത്തണം. ഒരിക്കൽ മരണം അതിനപ്പുറമായി
ന്യായവിധിയും നിത്യനരകം ഒരു നിശ്ചയമേ പാപികളെ വർത്തും നിനക്കു പകരം കുരിശിൽ മരിച്ച നാഥനമേശുവിൽ ആശ്രയമർപ്പിച്ച സ്വർഗ്ഗപുരം കാലചക്രം നീങ്ങിടുമ്പോൾ നാം ഒപ്പം നീങ്ങിടും കഥമേറെ പോയിടുമ്പോൾ അന്ത്യനാളെടുത്തിടും എന്നും നാളെ മാറിടും ഈ ഉലകം വിട്ടു നാം പോയിടും ഇതുവരെ കൂടെ വന്നവർ ഇനി ഒരിക്കലും കാണില്ല വിളിഞ്ഞാൽ കൊടിയും പോലെ ജനിച്ചവർ മരിച്ചിടും വിട്ടു പോകും മൃത്യുവിനാലേ വരും. ഒരു കാവൽക്കാരൻ്റെ ജോലി, ഞാൻ മസ്കറ്റ് ജോലി ചെയ്തപ്പോൾ മലകളുടെ മുകളിൽ ഒരുപാട് ടവേഴ്സ് കണ്ടിട്ടുണ്ട്. ഇന്നും അത് അവർ സൂക്ഷിക്കുന്നു. കാവൽക്കാര് മലയുടെ പർവ്വതത്തിൽ നിൽക്കുക. അവരെന്നും ഉണ്ട്, രാത്രിയും പകലും ദൂരോട്ട് നോക്കിക്കൊണ്ടിരിക്കുക ആരെങ്കിലും ശത്രു വരുന്നു. ഈ ശത്രു വരുമ്പോൾ ഈ കാവൽക്കാരൻ ഇവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക വരുന്നു എന്നുള്ളത്. അപ്പോൾ അവരൊരുങ്ങുകയാണ് ശത്രുവിനോട് നേരിടാൻ. ഇവിടെ അതേ ആശയമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ആ കാവൽക്കാരൻ അതേസമയം മുന്നറിയിപ്പ് കൊടുക്കാതിരുന്നാൽ ചെയ്യുന്നൊരു ദ്രോഹമാണ്. നോക്കുക, നിത്യമായൊരു ജീവിതവും നിത്യമായൊരു ശാപവും മുന്നിൽ വെച്ചിരിക്കുക. ഭയങ്കരമായൊരു ന്യായവിധിയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുക. നാം ഇത് പറയാതിരുന്നാൽ നമ്മളത് കുറ്റക്കാരല്ലേ? ദൈവം തന്നെ പറയുന്നു, അവൻ ദുഷ്ടതയുമായിരിക്കും, പക്ഷെ നിന്നോട് ഞാൻ ചോദിക്കും, നീ ഇത് അറിഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് ദൈവം പറയും. ഒരു വാക്യം കൂടെ, സദൃശവാക്യം 24 അധ്യായത്തിൽ നിന്ന് അതിന്റെ ഗൗരവം കൊണ്ട് ഞാൻ വായിക്കുകയാണ്. 24:11-12. സാർ, അതിന്റെ പേജ് നമ്പർ എത്രയാ? അത് 648 പേജ്. 648 പേജ്. അതിന്റെ 24 അധ്യായത്തിന്റെ 11-12 വാക്യം. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കുലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കാൻ ഗ്രഹിക്കുകയില്ലയോ? തന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? വ്യക്തമല്ലേ അത്? അതെ, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ? യെസ്, സഹജീവികളോട് പറയാൻ നമ്മൾ കടംപെട്ടവരാണ്. എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, സുവിശേഷം അറിയിപ്പാൻ രക്ഷിക്കപ്പെട്ട വ്യക്തികളെ കർത്താവ് ആക്കിയിട്ടുള്ളൂ, ദൂതന്മാരെ അറിയിച്ചിട്ടില്ല. ഞാനൊരു ഭക്തനായ വൃദ്ധനായ ഒരു ദൈവദാസനെ കാണാൻ പോയി. എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിക്കപ്പെട്ട കാലയളവിൻ്റെ ആരംഭ കാലഘട്ടം. എന്നെ കൂട്ടിക്കൊണ്ടുപോയ ഞാൻ ആദ്യ കാലഘട്ടമാണ്, രക്ഷിക്കപ്പെട്ടിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് 74-75. അപ്പോൾ ഈ വൃദ്ധനായ ഈ സുവിശേഷകന്റെ അടുക്കൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയ ആൾ പറഞ്ഞു, എനിക്ക് സുവിശേഷ വേലയ്ക്കൊക്കെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്ക് ഹൃദയത്തിൽ ഇന്നും ആണിക്കൊണ്ട് എഴുതപ്പെട്ട് കിടപ്പുണ്ട്. എന്താ പ്രഖ്യാപനം? അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൽ സുവിശേഷം അറിയിക്കാൻ അനുവാദം കൊടുത്താൽ സ്വർഗം ഒരു നിമിഷം കൊണ്ട് ശൂന്യമായി പോകും. അതിൻ്റെ അർത്ഥം ദൂതന്മാരെ കുനിഞ്ഞു നോക്കുന്നു. വളരെ വ്യക്തമാണ്. ഈ സുവിശേഷത്തിലേക്ക് ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. അവർക്കിത് പറയാൻ അനുവാദമില്ല. കൊർന്നല്യോസിന്റെ വീട്ടിൽ ഒരു ദൂതൻ ചെന്നിട്ടാണ് ആവശ്യപ്പെടുന്നത് പത്രോസിനെ വിളിക്കാൻ. ബൈബിളിൽ ആ ഭാഗം പറയുന്നു. പത്രോസ് വന്നിട്ടാണ് സുവിശേഷം അറിയിക്കുന്നത്. ദൂതനല്ല. ഈ ദൂതനങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? പക്ഷെ ദൂതൻ ആ കാര്യം ചെയ്തില്ല. ദൂതനെ അനുവാദം കൊടുത്തിട്ടില്ല. സ്വർഗത്തിൽ അവർ ഇതിലേക്ക് കുനിഞ്ഞു നോക്കുന്നെന്നും ക്രിസ്തുവിന് വരുന്ന കഷ്ടവും പിൻവരുന്ന മഹിമയും അവരെ കുനിഞ്ഞു നോക്കുന്നതായിട്ട് പത്രോസിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കുനിഞ്ഞു നോക്കുന്ന ദൂതന്മാർ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ മധ്യത്തിൽ വലിയ സന്തോഷമെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവര് ഇതിലോട്ട് കുനിഞ്ഞു നോക്കും, ഈ രക്ഷിക്കപ്പെടുന്ന ആളുകളെ കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇവർക്ക് ദൂത് പറയാനായിട്ട് ദൈവം അനുവാദം കൊടുത്തില്ല. അതുകൊണ്ടാണ് ദൈവദാസൻ പറഞ്ഞത്, സ്വർഗത്തിൽ അനുവാദം കൊടുത്തിരുന്നെങ്കിൽ സ്വർഗം ഒരു നിമിഷം കൊണ്ട് ശൂന്യമായേനെ. ദൂതഗണങ്ങൾ മുഴുവൻ പറന്നിവിടെ വന്നിത് മുഴുവൻ ഇത് പ്രഖ്യാപിച്ചേനെ. ദൂതഗണങ്ങൾ മുഴുവൻ പറന്നിവിടെ വന്നിത് മുഴുവൻ ഇത് പ്രഖ്യാപിച്ചേനെ. ഇത് പറയുവാൻ രക്ഷിക്കപ്പെട്ട നമുക്ക് അനുവാദമുണ്ട്. അതായത് ക്രിസ്തുവിനെ രുചിച്ചെറിഞ്ഞവരും ക്രിസ്തുവിന്റെ സമാധാന ഹൃദയങ്ങളിൽ വാഴുന്നവരും അത് പറയാൻ ബാധ്യസ്ഥരാണല്ലേ? ക്രിസ്തു നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകാനാണ്. ദൂതനൊരു സാക്ഷിയാനൊക്കത്തില്ല, നമുക്ക് സാക്ഷികളാനൊക്കത്തുള്ളൂ. സാക്ഷി എന്ന് പറയുമ്പം ഒരു കാര്യം കാണുകയും ആ കാര്യം രുചിച്ചറിയുകയും ചെയ്ത ആളാണല്ലേ സാക്ഷി. ആ വ്യക്തിയാണ് നമ്മൾ. സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ അത് കുറ്റകരമാണ്. അതാണ് നമ്മളിവിടെ വായിച്ചത്. നമ്മളൊരു നരകവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. ആ നരകവിധിയുടെ ഭീകരത നാം മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് നമ്മളിത് പറയുവാനും വാൺ ചെയ്യാനും കടംപെട്ടവരാ. സ്നേഹത്തിൻ്റെ ആ നിർബന്ധം കൊണ്ട് നമ്മളിത് പറയുക, അല്ലാതെ പേടിപ്പെടുത്താനല്ല. ഞാൻ ഓർപ്പിച്ച പോലെ ഇനിയും എന്തോ ആയിക്കൊള്ളട്ടെ, ഇതിനെ അവഗണിച്ചാലോ ഇതിനെ തിരസ്കരിച്ചാലോ ഇല്ലെന്നോ പറഞ്ഞതുകൊണ്ട് യാഥാർത്ഥ്യത്തെ
തുടച്ചു മാറ്റുവാൻ കഴിയത്തില്ല. കണ്ണടച്ചിരുട്ടക്കാത്തില്ല, യാഥാർത്ഥ്യം അവിടെയുണ്ട്. ഈ മുന്നറിയിപ്പുകളുടേതായിരിക്കുന്ന ചില വിഷയങ്ങൾ ക്രിസ്തു തന്നെ പറഞ്ഞ ചില വാക്യങ്ങളൂടെ ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. മത്തായിയുടെ സുവിശേഷം കർത്താവ് പറഞ്ഞ് അത് യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 14 റെഫറൻസ് കർത്താവ് തന്നെ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നരകത്തെക്കുറിച്ച്. 23-ന്റെ 33-ാം വാക്യം ഒന്ന് നോക്കിയാട്ടെ. കർത്താവിന്റെ വാക്കുകൾ തിരസ്കരിച്ച മനുഷ്യരോട് കർത്താവ് പറയുന്നുണ്ട്, പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? അത് വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണല്ലോ സാറേ. മുന്നറിയിപ്പാണ്. നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു പോകും? അവന്റെ അടുക്കൽ വരാൻ മനസ്സില്ലാതെ അവനെ കുറ്റം വിധിച്ചുകൊണ്ടിരുന്ന മനുഷ്യരോട് കർത്താവ് നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു പോകും ഈ നരകം? ഇത് യേശുക്രിസ്തു സംസാരിച്ചത് അന്നത്തെ യഹൂദ നേതാക്കന്മാരും കപടഭക്തിക്കാരോടും, അതെ, ഒരുപക്ഷെ ഒരു മതപരമായ പശ്ചാത്തലത്തിൽ ജീവിച്ചവരും. 29-ാം വാക്യത്തിലുണ്ടല്ലോ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ. കപടഭക്തിക്കാരാണ് അവര്, ആക്ടേഴ്സാണ് അവർ. യഥാർത്ഥമായ അവന്റെ ജനമല്ല, പുറമേ ബാഹ്യമായി അവർ കാണിക്കുന്നു. അവരെ കർത്താവ് കപടഭക്തിക്കാരെന്ന് വിളിച്ചപ്പോൾ, പാമ്പുകളെ, സർപ്പസന്തതി, നിങ്ങൾ എങ്ങനെ നരകവിധി തെറ്റിയൊഴിയും? അപ്പൊ നരകവിധി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടെന്നാ കർത്താവ് അതിൽ പറയുന്നത് അല്ലേ? കർത്താവ് അത് തീർത്ത് കൽപ്പിക്കുകയാണ്. അത് ശരി. 14 റെഫറൻസോളം കർത്താവ് തന്നെ ഡയറക്റ്റ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഭാഗങ്ങൾ ദൈവം അനുവദിച്ചാൽ ചില ഭാഗങ്ങൾ നമുക്ക് എടുത്ത് പരിശോധിക്കാം. എന്നാൽ കർത്താവ് തന്നെ ഈ ഭാഗങ്ങളെ കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര ഭീകരതയുള്ളൊരു സ്ഥലമാണ്. സുവിശേഷ ഘോഷണം നാടെന്നും കേൾക്കുമ്പോൾ വയറ്റിപ്പിഴപ്പെന്നു കരുതി പുഴുകടിക്കുന്നേ, ദേഹം പൊള്ളുന്നേ, ഇതിനൊരു മോചനമില്ലേ? പുഴുകടിക്കുന്നേ, ദേഹം പൊള്ളുന്നേ, ഇതിനൊരു മോചനമില്ലേ? നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ? ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ? എനിക്ക് ഇതോട് ബന്ധപ്പെട്ട് വേറൊരു ചോദ്യമുള്ളത്, ഈ എന്തുകൊണ്ടാണ് ദൈവം ഇത്രയ്ക്ക് ക്രൂരനാണോ സാറേ? എന്തുകൊണ്ടാണ് ഇത്ര കഠിനമായ ഒരു ശിക്ഷയുടെ സ്ഥലം ദൈവം സൃഷ്ടിച്ചത്? അതിനെക്കുറിച്ച് നമുക്ക് എന്ത് മറുപടി പറയാം? ഞാനതിൻ്റെ വ്യക്തമായ മറുപടി ബൈബിളിൽ നിന്ന് തന്നെ തരാം. ഒന്ന്, ഈ നരകം സൃഷ്ടിച്ചത് കർത്താവായ യേശുക്രിസ്തു, ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-16 വാക്യത്തിലെ നമ്മൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-16 വാക്യം വായിക്കുമ്പോൾ അവൻ എന്തെല്ലാം സൃഷ്ടിച്ചെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 15-16 വാക്യത്തില് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞതെല്ലാം അവൻ മൂലം സൃഷ്ടിക്കപ്പെട്ടു. ആ പറഞ്ഞതിൽ ദൃശ്യമായതും അദൃശ്യമായതുമുണ്ട്. കാണാത്തില്ലതും നരകവും സ്വർഗവും കാണത്തില്ലെങ്കിൽ അതും സൃഷ്ടിച്ചിരിക്കുന്നവരാണ്, ദൈവമാണ്. മാത്രമല്ല മത്തായി 25:41 ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. കർത്താവ് തന്നെ പറഞ്ഞ ഭാഗമാണ്. അതിനുശേഷം നമുക്ക് ചിന്തിക്കാം എന്തിനാണ് ഇത്ര ഭീകരമായത് സൃഷ്ടിച്ചതെന്നുള്ളത് നോക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യത്തില് 25:41 മത്തായി 25 സാറേ, ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നെങ്കിൽ ഈ ബൈബിളുമായിട്ട് വലിയ പരിചയമില്ല. കാരണം ഇത് വായിക്കാറില്ലായിരുന്നു, ഇത് പഠിക്കാറില്ലായിരുന്നു. സാർ അതിന്റെ പേജ് കൂടെ ഒന്ന് പറയാമോ? അതിന്റെ 29-ാമത്തെ പേജ്, പുതിയ നിയമം. ശരി ശരി. പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. ഒരുക്കിയിരിക്കുന്ന, ഇറ്റ് ഈസ് എ ലിറ്ററലി പ്രിപ്പയർഡ് പ്ലേസ്. അനാക്ഷരികമായി കർത്താവായ യേശുക്രിസ്തു ദൃശ്യമായതും അദൃശ്യമായതും സൃഷ്ടിച്ചപ്പോൾ ഈ പിശാചിനും അവന്റെ ദൂതന്മാർക്കും അവൻ ഒരുക്കിയൊരു പ്രതലമാണ് നരകം. അപ്പൊ അത് അവന് തന്നെ അതിന്റെ ഭീകരത അറിയാം. എന്നാൽ ചോദിച്ച ചോദ്യം, എന്തിനാണ് കർത്താവ് ഇങ്ങനെ ഭീകരമായിട്ട് ഇത് ഉണ്ടാക്കിയത്? അതെ, നമ്മൾ ന്യായമായി ചിന്തിക്കുമ്പോൾ ആദ്യത്തെ ആ ചിന്തയിൽ വരുന്നൊരു കാര്യം ഞാൻ വെളിപ്പെടുത്തിയിട്ട് ബാക്കി ഭാഗത്തിലേക്ക് പോകാം. ന്യായമായിട്ടൊരു ചിന്ത, യേശുക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്ന കാരണത്താൽ എന്തിനാ നരകത്തിലേക്ക് നമ്മളെ തള്ളിയിടുന്നത്? ഇത്ര വലിയൊരു ശിക്ഷ തരണോ എന്ന് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. എന്നാൽ യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുന്നത് നിസ്സാരമായ ഒരു പാപമല്ല.
നിസ്സാരമായ പാപമല്ല. അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ 1-2 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, 1-2 വാക്യങ്ങളിലൂടെ അത് വ്യക്തമാകുന്നു. റോമർ 1-ന്റെ 18-ാമത്തെ വാക്യം, അത് പുതിയ നിയമത്തിൽ 154-ാമത്തെ പേജ്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. നോക്കുക, അവിടെ എഴുതിയിരിക്കുന്നുണ്ട് സത്യത്തെ തടുക്കുന്നു, അഭക്തിക്കും അനീതിക്കും നേരെ. ഇംഗ്ലീഷിൽ വായിച്ചാൽ men who suppress or hold down the truth. ദൈവം വെളിപ്പെടുത്തിയ സത്യത്തെ അതിനെ സപ്രസ് ചെയ്യുക, അല്ലെ അതിനെ അമർത്തി വെക്കുന്ന മനുഷ്യനോട് ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നു. സത്യത്തെ തടയുക. ഇംഗ്ലീഷിൽ വായിച്ചാൽ സപ്രസ് ചെയ്യുന്ന who held down the truth. ദൈവം സത്യം വെളിപ്പെടുത്തി, ദൈവം ഇത് സത്യമാണെന്ന് പറഞ്ഞു, ദൈവം ഇത് സത്യമാണെന്നും സത്യം വെളിപ്പെടുത്തിയപ്പോൾ ഒരു കൂട്ടം മനുഷ്യർ അതിനെ held down, അതിനെ സപ്രസ് ചെയ്യുകയാണ്, അതിനെ അമർച്ച ചെയ്യുകയാണ്. അമർച്ച ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞു അവന്റെ കോപം അതിന്റെ നേരെ വെളിപ്പെടുകയാണ്. നോക്കുക, ആരുടെ കോപമാണ് വെളിപ്പെടുന്നത്? ഇത് സർവശക്തനായ ദൈവത്തിന്റെ കോപമാണ്. ഞാൻ പഴയ നിയമത്തിൽ നിന്നൊരു ഭാഗം എടുത്ത് പറയട്ടെ. നെബൂഖദ്നേസർ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഒരു ബിംബം നാട്ടിയിട്ട് ആരെങ്കിലും ആ ബിംബത്തെ നമസ്കരിക്കാതിരുന്നാൽ അവനെ തീച്ചൂളയിലിടുമെന്ന് പറഞ്ഞു. ഒരു ശിക്ഷാവിധിയാണ്. 3 ബാലന്മാരെ പിടിച്ചുകൊണ്ട് വരുന്നു. ഇവര് ബിംബത്തെ നമസ്കരിക്കുന്നില്ല. രാജാവിന്റെ കൽപ്പനയെ തിരസ്കരിച്ചു. ആ തിരസ്കരിച്ച ബാലന്മാരെ നേരെ തീച്ചൂളയിൽ ഇട്ടില്ല. നാം അവിടെ വായിക്കുന്നുണ്ട് ആ തീച്ചൂളയുടെ ചൂട് 7 ഇരട്ടി കൂട്ടാൻ പറയും. രാജാവ് കൽപ്പിച്ചു അത് 7 ഇരട്ടി കൂട്ടാൻ. എന്തിനാണ് അത് 7 ഇരട്ടി കൂട്ടാൻ പറഞ്ഞത്? രാജാവിന്റെ ഒരു ശിക്ഷ. രാജാവിന്റെ കോപമാണത്. രാജാവിന്റെ കോപത്തെ തട്ടി ഉണർത്തുകയാണ്. രാജാവിന്റെ കോപത്തെ തട്ടി ഉണർത്തിയപ്പോൾ അവൻ നേരെ പിടിച്ച് തീച്ചൂളലിടുകയല്ല, അതിന്റെ ചൂട് 7 ഇരട്ടി കൂട്ടി വർദ്ധിപ്പിക്കും. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നു, സർവശക്തനായ ദൈവത്തിന്റെ കോപത്തിന്റെ മദ്യം, സർവശക്തനായ ദൈവത്തിന്റെ കോപത്തിന്റെ മദ്യം. ഭയാനകമായ ഒരു ശിക്ഷാവിധി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു രാജാവിന്റെ കോപത്തെ തട്ടി ഉണർത്തുന്നത് സിംഹഗർജനം പോലെയാണെന്ന് വേദപുസ്തകം പറയുന്നു. അവൻ സ്വന്തം പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. ഒരു രാജാവിന്റെ കോപത്തെ തട്ടി ഉണർത്തിയാൽ അവൻ സ്വന്തം പ്രാണനോട് ദ്രോഹം ചെയ്യുന്നെങ്കിൽ ആ കോപം ഒരു സിംഹഗർജനം പോലെയാണെന്ന് വേദപുസ്തകം പറയുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ കോപം വെളിപ്പെടുമ്പോഴോ? നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഉറക്കം കെടുത്തുന്ന സംഭവങ്ങളുടെ തുടർക്കഥയായി തീർന്നിരിക്കുന്നു. സംശയമില്ല, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കുടിപ്പക, അഴിമതി, യുദ്ധം, ആക്രമണങ്ങൾ, ആയുധ മത്സരം, അന്തരീക്ഷ മലിനീകരണം, സ്വഭാവ മലിനീകരണം, നിയമനിഷേധം, ഭീകരപ്രവർത്തനം, ഇങ്ങനെ നമ്മെ നിരാശപ്പെടുത്തുന്ന പട്ടിക നീളുകയാണ്. ഇതിനൊക്കെ എവിടെയാണ് ഉത്തരം? കുരുന്നു ഹൃദയങ്ങളിലും ഉയരുന്ന ചോദ്യമാണിത്. തീർന്നില്ല. ഭൂകമ്പങ്ങൾ, ക്ഷാമം, മഹാരോഗങ്ങൾ, സുനാമി, കാലാവസ്ഥാ വ്യതിയാനം, ഇങ്ങനെ നമ്മെ നടുക്കുന്ന പട്ടികകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കൂടുമോ അതോ കുറയുമോ? എനിക്കറിയണം. അറിയാനുള്ള ആഗ്രഹം കൂടുന്നു. ഉത്തരം തേടി ആരിലേക്ക്, എന്തിലേക്ക് തിരിയണം? തെറ്റാത്ത ഉത്തരം പറഞ്ഞു തരാമോ? വ്യക്തമായ ഉത്തരങ്ങൾക്ക് കേൾക്കേണ്ട ചോദ്യോത്തര പരിപാടികളാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ഈ വിഷയ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള അന്ത്യനാഴിക എന്ന ഓഡിയോ MP3 CD, അതെ, ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD. അന്ത്യനാഴിക. ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ P. തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. യേശു മരിക്കുവാൻ വന്ന രാജാവാണ്. മനുഷ്യ ഹൃദയങ്ങളിൽ മാനസാന്തരം നൽകി, മാറ്റം വരുത്തി, മനഃശാന്തി നൽകി, തെറ്റുകൾ ക്ഷമിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ഭരണം നടത്തുന്ന അത്ഭുത രാജാവായ യേശു ഇന്നും ജീവിക്കുന്നു. ക്രൂശിൽ മരിച്ച യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. താങ്കൾ ആരായാലും എവിടെ ഏതവസ്ഥയിലാണെങ്കിലും ജീവിതത്തിൽ വന്ന തെറ്റുകളെ ഓർത്ത് ദുഃഖിക്കുക. പരിശുദ്ധനായ ദൈവത്തിനു മുൻപിൽ നാമെല്ലാം തെറ്റുകാരും കുറ്റക്കാരും ന്യായമായിട്ടും ശിക്ഷ അറിയിക്കുന്നവരുമാണെന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. മരണശേഷം നമ്മുടെ പാപങ്ങളിൽ മരിക്കുമെന്നും മരണാനന്തര ജീവിതത്തിൽ ശിക്ഷയുണ്ടെന്നും പറഞ്ഞ യേശു നമുക്ക് വേണ്ടി പാപപരിഹാരമായി പാപക്കടം കൊടുത്തു തീർത്ത് മരിച്ചു.
അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. എന്റെ പ്രിയ സ്നേഹിതരെ, എന്താണ് താങ്കളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്? അത് പണമാണോ, പ്രതാപമാണോ, മതമാണോ, മദ്യമയക്കുമരുന്നുകളാണോ, കപടഭക്തിയാണോ, ഒരുപക്ഷെ രഹസ്യ തെറ്റുകളാണോ? ഇതൊക്കെയും നമ്മെ അപകടപ്പെടുത്തുന്ന ആകർഷണങ്ങളാണെന്ന് നാം അറിയാതിരിക്കരുത്. ഇത്തരത്തിലുള്ള അപകടകരമായ ആകർഷണത്തെ വെല്ലുന്ന മറ്റൊരാകർഷണം കൂടാതെ നാം എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ നാം ജീവിതത്തിൽ രൂപാന്തരം പ്രാപിക്കും? എന്റെ സഹോദരന്മാരെ, ഇതാകുന്നു നമ്മുടെ ഐഹികവാസത്തിന്റെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിനെ ശേഖരിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ ജഡീക സുഖങ്ങളുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങളുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നുവെന്തിന്. ഇതാകുന്നു നമ്മുടെ ലൗകിക ജ്ഞാനത്തിന്റെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതിന്, ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ പ്രതാപത്തിന്റെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ ശരീരബലത്തിന്റെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ പുകഴുന്നതും എന്തിന്. മനുഷ്യൻ താൽക്കാലികനാകുന്നു, അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നു, വയലിലെ പുഷ്പം പോലെ പൂത്ത് വാടിപ്പോകുന്നുവെന്ന് ദൈവിക സംഗീതക്കാരനായ ദാവീദ് തന്റെ കിന്നരങ്ങൾ പാടിയിരിക്കുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. സന്മനസ്സുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്മൃതിനാശമില്ലാതെ ജീവിക്കുന്ന സമാധാന പ്രഭുവിനെ അറിയുവാൻ സമ്മാന ഗ്രന്ഥം നിങ്ങൾക്കും വിജയിക്കാം. നിങ്ങളുടെ പൂർണ്ണ മേൽവിലാസം ഞങ്ങൾക്ക് SMS അയയ്ക്കുക. SMS അയക്കേണ്ട നമ്പർ 9495446029 ഫോർ ബുക്സ് എന്ന് എഴുതി SMS അയയ്ക്കുക.